ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ക്രൈം നന്ദകുമാർ. മുഖ്യമന്ത്രി, സാംസ്കാരിക മന്ത്രി, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് പരാതി. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ക്രൈം നന്ദകുമാറാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലോട് കൂടിയാണ് ഔദ്യോഗികമായി പരാതി ക്രൈം നന്ദകുമാർ നൽകിയിട്ടുള്ളത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പൊതുമുതൽ ദുരുപയോഗം, വഞ്ചന, മറവ് വഴി ക്രിമിനൽ കുറ്റം എന്നിവ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ക്രൈം നന്ദകുമാർ ഡിജിപിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഇതിൽ പ്രതികളായ അല്ലെങ്കിൽ പ്രതികളിൽ ആരോപിക്കപ്പെടുന്ന ചിലരുടെ പേരുകളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പരാതി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 6 പേരുടെ പേരുകളാണ് ഈ പരാതിയിന്മേൽ ക്രൈം നന്ദകുമാർ പ്രതികൾ രീതിയിൽ ഉദ്ധരിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയായി ക്രൈം നന്ദകുമാർ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഹോം സെക്രട്ടറി, സാംസ്കാരിക കാര്യ സെക്രട്ടറി, ഒപ്പം തന്നെ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നിവർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതികളാണ് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ ആണ് ഈ പരാതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കെ ദാമോദരൻ നായരുടെ മകൻ എന്ന നിലയിൽ താൻ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് എന്നുള്ളതാണ്. അതിൽ പറയുന്ന ചില പരാതിയുടെ കാരണങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാർ 2017 ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. മലയാള സിനിമയിലെ ചലച്ചിത്ര രംഗത്തുള്ള ചൂഷണം, അതിക്രമം അടക്കമുള്ളവ നിർത്തലാക്കുന്നതിനും സ്ത്രീ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പരിപ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമുള്ള അന്വേഷണത്തിനായിരുന്നു ആ കമ്മിറ്റി നിയോഗിച്ചത്. പക്ഷേ കാര്യമായ രീതിയിൽ ആ നടപടികൾ ഉണ്ടായിരുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും ക്രമക്കേടുകളും ഇതിൽ ഉണ്ടായി എന്നുള്ളതിൽ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും റിപ്പോർട്ട് അനധികൃതമായി മറച്ചുവെച്ചു. ഒപ്പം തന്നെ ജനങ്ങൾക്ക് അതിന്റെ ഉള്ളടക്കമടക്കം വിട്ടുതരാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശ്വാസവഞ്ചന അടക്കം കാട്ടി എന്നുള്ളതാണ് അദ്ദേഹം ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ ഈ ക്രൂരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നതും പരിവർത്തന പ്രവർത്തനങ്ങൾ കൈക്കൊള്ളുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ചില വീഴ്ചകൾ ഉണ്ടായി നീതി ക്രൂരതയുമാണ് എന്നുള്ളതും അദ്ദേഹം ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. 5 കോടി രൂപയുടെ പൊതുമുതൽ ഉപയോഗിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകാത്തത് അവരുടെ വിശ്വാസത്തെ മോശമാക്കുന്ന പ്രവൃത്തിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിശ്വാസ വഞ്ചനയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്രൈം നന്ദകുമാർ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിന്മേൽ ഇനി എന്ത് നടപടി ഡിജിപി സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ ഏറെ നിർണായകമാണ്. ഇല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് താൻ നീങ്ങുമെന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഔദ്യോഗികമായ പരാതി ഡിജിപിക്ക് ക്രൈം നന്ദകുമാർ നൽകിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ക്രൈം നന്ദകുമാർ. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.